കെ.എസ്.ആർ.ടി.സിയുടെ CMD ശ്രീ പ്രമോദ് ശങ്കർ മിന്നൽ വാഹന പരിശോധന നടത്തുന്ന ഒരു വീഡിയോ കാണുകയുണ്ടായി. ഓടി വന്ന് കൈ കാണിക്കാൻ നിർത്തില്ല. ഒരു 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 ഡ്രൈവറുണ്ട്. അവരുടെ പേര് എനിക്കറിഞ്ഞൂടാ. സ്റ്റാൻഡിലുള്ളതാണ്. പലരുടെയും പരാതിയാണ്. എല്ലാം ഓക്കെയാണോ? അല്ല കണ്ടക്ടറിനെ പേടിച്ച് നല്ല പ്രാക്ടീസ് നമുക്ക് നിന്ന് കണ്ടക്ടറിനെ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വന്നിരിക്കുന്നു. സാറിന് വല്ലതും പറയാനുണ്ടോ? ഓക്കെയാണോ? ഇവിടെ എന്തെങ്കിലും എല്ലാം ഓക്കെയാണോ? വലിയ കുഴപ്പമില്ല. നമ്മൾ ഇതിനേക്കാളും വലിയ വലിയ ഏരിയകളും ഇപ്പോൾ ചെയ്യാൻ പോകുന്നുണ്ട്. വേറെ പിന്നെ അനിയന്മാർക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ബസ് കുറവാണ്. മുമ്പ് ബസ്സുണ്ടായിരുന്നു. ഇപ്പോൾ വിതുരയിൽ നിന്ന് കല്ലാറിലോട്ട് മുമ്പ് ബസ്സുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു ഡൈവേഴ്സ് വന്നു. അപ്പോൾ ആ ഡൈവേഴ്സ് വന്നതിൻ്റെ പേരിൽ ഇപ്പോൾ 2 ബസ്സുള്ള സ്ഥലത്ത് അതിനിടയ്ക്ക് ഒരു ബസ്സാണ് വരുന്നത്. അത് നമ്മൾ പ്രത്യേകം പരിഹരിക്കാം. ഇതിപ്പോൾ നമ്മൾ നടത്തുന്ന ഇതിൻ്റെ അകത്ത് ബസ് യാത്രയുടെ ഇടയിൽ എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. ഇനി മുതൽ ഇൻസ്പെക്ഷൻ വിങ്ങുകാർ കൂടെ ചോദിക്കും, പരാതി എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോഴും നിങ്ങൾക്ക് അപ്പോഴത്തന്നെ പറയാൻ പറ്റും. സാറിനെല്ലാം സംസാരിക്കും. സാറിനെല്ലാം അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഓർത്തത്, ഇതിനു മുൻപ് ഒരു CMD തൊഴിലാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാനും അതറിയുവാനും കാക്കിയിട്ട് കണ്ടക്ടറായി വാഹനത്തിൽ സർവീസ് നടത്തിയ ഒരു സംഭവമുണ്ട്. കാക്കിയിട്ട് കണ്ടക്ടറായിട്ട് അദ്ദേഹം കണ്ടക്ടർ ലൈസൻസ് എടുത്ത് കണ്ടക്ടറായി ജോലിയെടുത്തു. വേറെ ആരുമല്ല, ബഹുമാനപ്പെട്ട ശ്രീ ടോമിൻ തച്ചങ്കരി അവറുകളാണ്. ആ കണ്ടക്ടറായിട്ട് ജോലി എടുത്തപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ജീവനക്കാർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അവർക്ക് ലഭിക്കുന്ന വിശ്രമം, അവർ ജോലി സമയത്ത് ജോലി സ്ഥലത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി. ഏതായാലും ഇവിടെ ഒരു CMD വാഹനത്തിൽ കയറിയിട്ട് ആളുകളോട് ജോലിക്കാരുടെ കുറ്റങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് തപ്പുന്നൊരു പരിപാടിയാണ്. കാരണം KSRTCയിൽ ജോലിക്കാരെ കുറിച്ച് പരാതി പറയാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് വേദികളുണ്ട്. അതെല്ലാം പോരാഞ്ഞിട്ട് CMD നേരിട്ട് കേട്ടിട്ട് പരാതി എടുക്കാനുള്ള ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു സ്ത്രീ അവരുടെ ഒരു വിഷമം പറയുന്നുണ്ട്. അതായത് നെടുമങ്ങാട് ഡിപ്പോയിലെ ഒരു ഡ്രൈവർ ഓടി വന്ന് കൈ കാണിക്കുമ്പോൾ നിർത്തുന്നില്ല. ഓടി വന്ന് കൈ കാണിക്കാൻ നിർത്തില്ല. ഒരു 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 ഡ്രൈവറുണ്ട്. അവരുടെ പേര് എനിക്കറിഞ്ഞൂടാ. നോട്ട് ദ പോയിന്റ്. ഓടി വന്ന് കൈ കാണിക്കുമ്പോൾ ഒരു വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഓടി വന്ന് സ്റ്റോപ്പില്ലാത്തടത്ത് ഒരാൾ കൈ കാണിക്കുക. ഇനി സ്റ്റോപ്പിലാണെങ്കിൽ തന്നെ വണ്ടി മുമ്പോട്ട് എടുക്കുമ്പോൾ ഓടി വന്ന ഒരാൾ കൈ കാണിക്കുന്നു. ഇവിടെ കേരളത്തിലെ എല്ലാ റോഡുകളും 4 വരി പാതകളല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓടി വന്ന ഒരാൾ കൈ കാണിക്കുമ്പോൾ ഈ ഡ്രൈവർ പെട്ടെന്ന് വണ്ടി നിർത്തുകയാണെന്ന് കരുതുക. സ്റ്റോപ്പിൽ നിന്നെടുത്ത് മുമ്പോട്ട് പോകുന്ന വാഹനം സ്റ്റോപ്പിൽ നിന്നെടുത്ത് മുമ്പോട്ട് പോകുന്ന വേളയിൽ പുറകിൽ വരുന്ന മറ്റ് യാത്രക്കാരെ കൊണ്ടുവരുന്ന മറ്റു വാഹനങ്ങൾ, 2 വീലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, അവർ പ്രതീക്ഷിക്കുന്നത് ഈ വാഹനം സഞ്ചാരം ആരംഭിച്ചിരിക്കുന്നു എന്നാണ്. പെട്ടെന്ന് ഈ വണ്ടി ചവിട്ടുമ്പോൾ ഈ പുറകിൽ വരുന്ന വണ്ടി കയറിയിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ബസ് ഇതേപോലെ തന്നെ ഓടി വന്നൊരു യാത്രക്കാരിയെ എടുക്കാൻ വേണ്ടി ചവിട്ടുകയും പിന്നാലെ വന്ന വണ്ടി പോയി ഇടിച്ചിട്ട് ആ വണ്ടി എന്ന് റോങ് സൈഡ് വേറൊരു വണ്ടിക്ക് ഇടിക്കും. ആലുവ ഡിപ്പോയിൽ ഒരു ഡ്രൈവർ നമ്മുടെ ചാലക്കുടി അങ്കമാലി ആലുവ റൂട്ടിൽ വെച്ച് ഒരു ഇതുപോലെ തന്നെ ഓടി വരുന്നൊരു യാത്രക്കാരിയെ കൈ കാണിച്ച് ഓടി വരുന്നു. പെട്ടെന്ന് തന്നെ നിർത്താൻ വേണ്ടി ബ്രേക്ക് ചെയ്യുന്നു. പുറകെ വന്നൊരു ബൈക്ക് യാത്രക്കാരൻ ഇടിക്കുന്നു, ആള് മരിക്കുന്നു. 2 വർഷം മുമ്പ് നടന്ന സംഭവം. അപ്പോൾ ബഹുമാനപ്പെട്ട CMD പറയേണ്ടത് എന്താണ്? നിങ്ങൾ
അവിടെ നിശ്ചയിച്ചിരിക്കുന്ന സ്റ്റോപ്പിൽ നിന്ന് കൈ കാണിക്കണം. കാരണം അങ്ങ് CMD മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരബോധമുള്ള ഒരു പൗരനും കൂടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അങ്ങ് ഇപ്പോൾ ഈ വാർത്ത അങ്ങ് ചെയ്ത ആ പ്രവൃത്തി കാണുമ്പോൾ ഇവർ പറയുന്നത് കേൾക്കുന്നു, പരിഹാരമുണ്ടാക്കാം എന്നാണ് അങ്ങ് മറുപടി പറയുന്നത്. ഓടി വന്ന് കൈ കാണിക്കാൻ നിർത്തില്ല. ഒരു 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 ഡ്രൈവർ ഉണ്ട്, ഇവരുടെ പേര് എനിക്കറിഞ്ഞൂടാ. സ്റ്റാൻഡിലുള്ളതാണ്. വഴിയിൽ നിർത്തുന്നില്ല. പലരുടെയും പരാതിയാണ്. CMD പ്രമോദ് ശങ്കർ പറയുന്ന മറുപടി പരിഹാരമുണ്ടാക്കാമെന്ന്. അതിനൊരു പരിഹാരമില്ല. ഇനി പരിഹാരമുണ്ടാക്കാൻ താങ്കൾ ശ്രമിക്കുമ്പോൾ നിരപരാധിയുടെ ജീവൻ നഷ്ടപ്പെടും. ഇപ്പൊ താങ്കൾക്ക് പരിഹാരം ഉണ്ടാക്കാം, എവിടുന്ന് കൈ കാണിച്ചാലും നിർത്തിക്കോണം. പണ്ട് ബിജു പ്രഭാകർ CMD ആയിരുന്ന സമയത്ത് കൊണ്ടുവന്നു, ആര് കക്ഷം പൊക്കിയാലും, ആര് ശൂശൂന്ന് വിളിച്ചാലും, മൂക്ക് ചീറ്റിയാലും, കക്ഷം പൊക്കി കൈ ഒറിഞ്ഞാലും ഒക്കെ എല്ലായിടത്തും നിർത്തിക്കണം. അങ്ങനെ ഒരു വണ്ടി ഇറക്കി. അതിന്റെ പേരായിരുന്നു അൺലിമിറ്റഡ് ഓർഡിനറി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ഇത് വലിയ പൊല്ലാപ്പാവും എന്ന് പറഞ്ഞു. കാരണം വെൽഫെയർ അസോസിയേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ സംബന്ധിച്ച് ഒരു ലെറ്റർ അയച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസും കൊടുത്തിരുന്നു. അപ്പൊ എന്ത് പറഞ്ഞു? ആ പണി നടക്കില്ല, എല്ലായിടത്തും നിർത്താൻ പറ്റില്ല. നിർത്തുന്നത് KSRTCക്ക് ലാഭം ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യം മാത്രമല്ല, പുറകെ വരുന്ന നിരപരാധികളുടെ ജീവനും കൂടി വെക്കണം. ഇവിടെ CMD ധിക്കരിക്കാനൊന്നും KSRTC ഡ്രൈവർമാർ പോകല. വെൽഫെയർ അസോസിയേഷനൊക്കെ പോലെയുള്ള സംഘടനകൾ ഇതുപോലെ ഇരുന്ന് പറയുന്നു എന്നുള്ളതല്ലാതെ CMD ധിക്കരിക്കുക. ഇത് കാണുന്ന KSRTC ഡ്രൈവർമാർ നാളെ മുതൽ ഈ പറഞ്ഞ സർവീസ് നെടുമങ്ങാട് ഡിപ്പോയിലെ എല്ലാ വണ്ടിയും ആര് മൂക്ക് ചീറ്റിയാലും, ആര് കക്ഷം പൊക്കി കൈ ചോർന്നാലും, യാസൂറ്റിയായിട്ട് പോകുമ്പോൾ ഒരു കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചാലും വരെ വണ്ടി ചവിട്ടും. ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ ചവിട്ടുമ്പോൾ പുറകെ വരുന്ന വാഹനങ്ങൾ നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ട് കേരളം കണ്ട് നടുങ്ങിയ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ ആ കുട്ടികള് വിനോദസഞ്ചാരത്തിന് പോയ കുട്ടികൾ ഇടിച്ചു മരിച്ച അപകടത്തിൽ ഒരു കാര്യം KSRTCയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിച്ചായിരുന്നു അന്നത്തെ കാലത്ത്. അത് ശരിയല്ലായിരുന്നു. ആ വാഹനം ഒരു യാത്രക്കാരനെ ഇറക്കുവാൻ വേണ്ടി സ്ലോ ചെയ്തതാണ് എന്ന്. അപ്പോൾ ട്രാഫിക് നിയന്ത്രണങ്ങളെ കുറിച്ച് വേണ്ടത്തെ ഗ്രാഹ്യമില്ലാത്ത ഒരാളാണ് CMD ആയിട്ടിരിക്കുന്നതെന്ന് വിവരമുള്ളവർ ചിന്തിക്കുകയും ഇത്തരം പരാതികൾ, ഇത്തരം പ്രഹസനങ്ങൾ, അതായത് ക്യാമറമാനെ ആയിട്ട് പോയിട്ട് ഇത്തരം പ്രഹസനങ്ങൾ കാണിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ട്രാഫിക് നിയമങ്ങളും കൂടി അങ്ങ് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് യാത്രക്കാരെ. അതല്ലാത്ത പക്ഷം ജീവനക്കാരെയെങ്കിലും ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കാരണം അത് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞില്ലേ, ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ ഒരു സംഘർഷത്തിൽ നിലനിർത്തുക എന്ന് KSRTC മാനേജ്മെന്റ് ഒരു തോന്നൽ, അത്തരമൊരു കാര്യം ഉണ്ട് എന്ന് തന്നെയാണ് വെൽഫെയർ അസോസിയേഷൻ കരുതുന്നത്. കാരണം എന്താണ്? ജീവനക്കാരുടെ മേൽ അന്യായമായിട്ടുള്ള പീഡനങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ പൊതുസമൂഹത്തിന്റെ പിന്തുണ ജീവനക്കാർക്ക് ലഭ്യമാകാതിരിക്കാൻ വേണ്ടിയാണ് ജീവനക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാനേജ്മെന്റും ജീവനക്കാർ കാരണമാണ് മരണങ്ങൾ ഉണ്ടാകുന്നതെന്ന് മുട്ടിനും മന്ത്രിയും പറയുന്നതെന്ന് വളരെ കൃത്യമായി വെൽഫെയർ അസോസിയേഷന് ബോധ്യമുണ്ട്. അതുകൊണ്ട് ജീവനക്കാരെയും യാത്രക്കാരെയും തമ്മിൽ ഈ സംഘർഷഭരിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് തള്ളിവിടുകയും ജീവനക്കാരെ മാനസിക സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇത്തരം അൺസ്റ്റോപ്പുകളിൽ ഓടി വന്ന് കൈ കാണിക്കുന്നവർക്ക് പെട്ടെന്ന് ചവിട്ടിക്കയറ്റുവാനുള്ള നിർബന്ധിതമായ ആ സമ്മർദ്ദത്തിലേക്ക് അയക്കുന്നത് മൂലം നിരപരാധികളുടെ ജീവൻ ബലിയാടാക്കപ്പെടും, തെരുവിൽ മരണക്കളങ്ങളായി മാറും. അത് നോക്കി വേണം ഇത്തരം പ്രഹസനങ്ങൾ നടത്തുമ്പോൾ അതിന് മറുപടി നൽകുവാൻ എന്ന് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ബഹുമാനപ്പെട്ട CMD ഓർമ്മിപ്പിക്കുന്നു. നന്ദി. Thank you.